നെവിൻ ശരിക്കും എവിടെയാണ് പോയത്? പുറത്തിറങ്ങിയിട്ടില്ലെന്നുള്ളത് നമുക്കറിയാം. മറ്റെവിടെയാണ് നെവിനെ എവിടെയാണ് ബിഗ് ബോസ് സൂക്ഷിച്ച് വെച്ചിരുന്നത്? അത് പുറത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഓടിക്കൂടി നെവിനോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇവിടുന്ന് പുറത്തിറങ്ങി സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത്. ശരിക്കും നെവിൻ തന്നെ കൺഫെഷൻ റൂമിൽ വെച്ച് പറയുന്നുണ്ട്, ഇവിടുന്ന് ഓടി പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിസ്സിംഗ് ഫീൽ തുടങ്ങിയത് എന്ന്. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് എല്ലാവരുടെ ഇടയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതിൽ ഒന്നീലുമായിട്ടുള്ളൊരു സംസാരം, ആ ഒരു കോൺവെർസേഷനാണ് ശരിക്കും പറഞ്ഞാൽ നെവിൻ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ദിവസം എവിടെയായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയത്. ഒനീലും ഷാരികയും ഇടയ്ക്ക് താമസിച്ചിരുന്ന ആ ഒരു ഡെഡ് സോണിലായിരുന്നു നെവിൻ്റെയും താമസം. ഫുഡൊക്കെ നന്നായിട്ട് കിട്ടിയില്ലേ എന്ന് ഒനീൽ ചോദിക്കുന്നുണ്ട്. നീയും ആ ഹോട്ടലിൽ തന്നെ അവിടല്ലേ എന്നെ കൊണ്ടുപോയെടുത്ത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ അതെ എന്നിങ്ങനെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നെവിൻ ഈ ഒരു ദിവസം അവിടെയാണ് കഴിഞ്ഞത്. ഒരു ഡെഡ് സോൺ തന്നെ ആയിരുന്നിരിക്കാം. എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കാര്യങ്ങളൊന്നും നെവിൻ അറിയാൻ പറ്റിയിട്ടില്ല. പുറത്തെ കാര്യങ്ങൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തലയിൽ വരത്തില്ല. ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ ആര്യനെ പോലെ, ആര്യൻ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, ബിഗ് ബോസ് കുറെ പണി തരുന്നു, ആ പണി ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നു. ആ ഒരു മൊട്ടയടിക്കൽ ടാസ്കിന് ശേഷമാണ് ആര്യന്റെ കിളി പോയത്. മൊത്തത്തിൽ ഇപ്പോൾ ആര്യന് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താണെന്നറിയത്തില്ല. ആര്യനെ കുറച്ച് ഒരു ദിവസം ഒന്ന് മാറ്റിയിരുത്തിയാൽ ആര്യൻ എന്തായിരിക്കും? നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ആ പ്രശ്നം നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നാലേ ആ സിസ്റ്റത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു നെവിന് ഇപ്പോൾ ഒരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു മാറ്റി നിർത്തലിൽ നിന്നാണ്. ഒനീലിനും ഷാരികയ്ക്കും കിട്ടിയതും ഇതുപോലത്തെ ഒരു ട്രിഗറിങ് ആയിരുന്നു. അതായത് ഒനീൽ ശരിക്കും അവിടെ പോയി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ പിന്നെ നിൽക്കണം എന്ന് തോന്നത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒട്ടും അങ്ങേയറ്റം ഒരു ഏകാന്തത ഒരു മനുഷ്യനെ കൊണ്ടും സർവൈവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. ആരെങ്കിലും ഒക്കെ ഈ ഭൂമിയിൽ ഇങ്ങനെ കണ്ട് അവർ മിണ്ടിയിലേലും അവരിങ്ങനെ ചുറ്റുമുണ്ട് എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരിക്കണം. അല്ലാതെ ഈ ലോകത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒട്ടും ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒനീൽ ജീവിച്ച ഒരു രീതി, ഒനീൽ അവിടെ ഒരു പൂവിൻ്റെ ഇലകളൊക്കെ ഇതളുകളൊക്കെ എണ്ണിയൊക്കെ ഇരുന്നു. ഷാരിക അവിടെ അങ്ങേയറ്റം ബോറിംഗ് ആയിരുന്നു, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. പക്ഷേ പിന്നെ അങ്ങോട്ട് ഷാരികയ്ക്ക് ഭയങ്കര വെപ്രാളമായി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ട് അങ്ങ് ആക്റ്റീവ് ആകാൻ തോന്നി. പക്ഷേ ഇവിടെ നെവിൻ ഈ ഒരു ദിവസം നെവിനായിട്ട് ഇറങ്ങിപ്പോയി. സഡൻ സംഭവമാണെങ്കിൽ കൂടിയും നെവിനായിട്ട് ഇറങ്ങിപ്പോയി. നെവിന് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടി. ഇത്തിരി നേരം കിട്ടിയാൽ പോലും, നമുക്കൊരു അരമണിക്കൂർ കിട്ടിയാൽ പോലും ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത്തിരി സമയം ഒന്ന് സമാധാനം ഞാൻ ചുമ്മാ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ഫീലില്ലേ, അതേപോലെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നെവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെവിനും ആ ഒരു നല്ലപോലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ നെവിന് വേണ്ടത് അതൊക്കെ ഉള്ളൂ, ഫുഡൊക്കെ കിട്ടുക. പക്ഷെ കുഴിമന്തി കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് മിസ് ചെയ്യും, ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യും എന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെവിൻ്റെ ഒരു റീ എൻട്രി എഗെയിൻ ആ ഒരു ഫൺ ആയിട്ടുള്ള എലമെന്റ്സ് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നെവിൻ എക്സ്പെക്ട് ചെയ്യുന്നത് നെവിനെ അവിടെ ബിഗ് ബോസ് ഹൗസിന് പുറത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും നെവിനെ ആ ഒരു ഫൺ എന്റർടൈനർ എന്നുള്ള ലെവലിലേക്ക് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള നെവിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അത് ശരിയാണോ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കം ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് നെവിനെ ആയിരുന്നു. ബട്ട് നെവിൻ ജിസേൽ ആ ഒരു ഗ്യാങ്ങിനകത്ത് പെട്ടിട്ട് ആ ഒരു ഗ്രൂപ്പിസം കളിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ഈവൻ ഗ്രൂപ്പിസം കളിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷേ ആ ഗ്രൂപ്പിനകത്ത് പെട്ടപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ജിസേൽ മാത്രമാണ് ശരി, അനുമോൾ കംപ്ലീറ്റ്ലി തെറ്റാണ് എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് അവിടെ ജിസേലിന്റെ ഭാഗത്തൊരു വലിയ തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് അനുമോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതിനുശേഷം അനുമോളിനെ എല്ലാവരും കൂടെ കോർണർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഭാഗത്ത് തെറ്റ് സംഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ജിസേലിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു മിക്സ്ചർ അവിടെയുണ്ട്. ഓഫ് കോഴ്സ് അതാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ശരികളും ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് തെറ്റുകളും ഉണ്ടാകുന്നില്ല. അവർക്ക് ആ ഒരു തെറ്റിലേക്ക് നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ ഒരു ശരിയിൽ ഉറച്ചു നിൽക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഏതായാലും നെവിൻ ഇനി ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അനീഷിന്റെ അടുത്ത് വന്നിട്ട് നെവിൻ സംസാരിക്കുന്ന ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. അതായത് അനീഷിനോട് വന്നിട്ട്, അനീഷ് ഏട്ടാ ഞാൻ ഇനി നിങ്ങളുടെ കൂടെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു കൈ അകലത്തിൽ നീ മാറി നിൽക്കണം, ഒരു കൈ അകലത്തിൽ നീ മാറി നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അനീഷിന്റെ അടുത്ത് നെവിൻ പറയുകയാണ്,
ഒരു കൈയല്ല 2 കൈ അകലത്തിൽ ഞാൻ മാറി നിൽക്കുകയാണ്, നിങ്ങളെ അല്ല ഏട്ടാ ഞാൻ കൂടുതൽ മിസ് ചെയ്തത്, ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിനെയാണ് മിസ് ചെയ്തത് എന്നും അനീഷിനോട് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, അനീഷിനെ പോലെ ഒരു വ്യക്തിയാണ് നെവിൻ എന്ന് നെവിൻ ഇപ്പോൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നെവിന് തന്നെ ബോധ്യമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റെന ഫാത്തിമയ്ക്കൊക്കെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സ് ആണ്. പക്ഷേ റെന ഫാത്തിമയെ അറിയാവുന്നവരുണ്ട്. അതൊരു ടാർഗറ്റ് ഓഡിയൻസ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഈ ഒരു ലെവലിലുള്ള കുറച്ച് ഓഡിയൻസുമായിട്ട് നല്ല മിങ്കിൾ ചെയ്യാൻ പറ്റും, ഫോളോവേഴ്സ് ഉണ്ടാകും. പക്ഷെ അതിൻ്റെ പേരിൽ ആ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ക്രൈറ്റീരിയ ആണ്. സോ ഷീ ഈസ് എ സെലിബ്രിറ്റി ഓർ നെവിൻ ഈസ് എ സെലിബ്രിറ്റി. ഓക്കെ, പക്ഷേ നെവിൻ ഇപ്പോൾ ആ ഒരു പരിവേഷമൊക്കെ എടുത്ത് കളയാണ്. ഞാൻ ഇനി പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ തെരഞ്ഞെടുത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ പേര് പറയുന്ന രേണു സുധിയെ പോലെ അല്ലെങ്കിൽ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ച് വന്ന അനീഷിനെ പോലെ ഇനി നെവിനും ഉണ്ടായിരിക്കും. അപ്പോൾ നെവിൻ ഇത്രയും ദിവസം ഹാപ്പി ആയിരുന്നു, ഇത്രയും ദിവസമൊന്നുമില്ല, ഒരു ദിവസം ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, എന്തായാലും തിരിച്ചു വരാൻ സാധിച്ചു. അപ്പം നമുക്ക് നെവിൻ്റെ കളികൾ ഇനി ഓരോന്നോരോന്നായി കാണാം. ബിഗ് ബോസ് ഇനി നെവിൻ്റെ കളികൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.